സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാവോ? മഴയൊക്കെ അല്ലേ, ഞങ്ങൾ നേരെ മീൻ പിടിക്കാൻ പോവാണ്. ഇവനുണ്ട് ജസ്മൻ, പിന്നെ പുറകെ വരുന്ന ജെറിംബ്രോയും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവനിപ്പം ചൂണ്ട ഇടാൻ വേണ്ടി ഒരു സ്റ്റിക്കൊക്കെ മേടിക്കണം. അപ്പൊ സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ കോഴഞ്ചേരിലോട്ട് പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോക്കകത്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ പോകുന്നത് തടിയൂർ വഴി കയറിയാണ്. അപ്പം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഗൈസ്. മഴക്കാറുണ്ട്, ഓട്ടൊക്കെ കരുതിയിട്ടുണ്ട്. മെയിൻ റോഡ് പിടിക്കാതെ കുഞ്ഞു വഴി കൂടെ ഞങ്ങൾ നൈസായിട്ട് പോവുകയാണ്. പോകുന്ന വഴി ഇവിടെ തടിയൊക്കെ കയറ്റുന്നുണ്ട് ഗൈസ്. അപ്പം ഗൈസ് കോഴഞ്ചേരിക്ക് നമ്മൾ തടിയൂർ പോകുന്ന വഴിക്ക് കവുങ്കോട്ടയത്ത് നെടുമ്പറയാറെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലക്കടയും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ജസ്ംബ്രോ മറ്റ് സ്റ്റിക്ക് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി ബാക്കിയൊക്കെ എന്താണെന്ന് നോക്കാം. ഇതാണ് ഗൈസ് കടയ്ക്കകം. ഇഷ്ടംപോലെ സ്റ്റിക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ചൂണ്ടയുടെ എല്ലാ ഐറ്റവും ഇവിടെ നമ്മുടെ അപ്പത്തിൻ്റെ കടയിലുണ്ട്. റോഡ് ഏതെല്ലാം ബ്രാൻഡുകളുണ്ട്? കൂടിയ ബ്രാൻഡുണ്ട് കേട്ടോ. ഇതൊരു ബ്രാൻഡ് എത്ര? അപ്പം നമ്മൾ ഈ ചൂണ്ടയിടുന്ന ഈ കമ്പിൻ്റെ പേര് റോഡെന്നാണ് പറയുന്നത്. അപ്പം ജെറിംബ്രോ അതിങ്ങനെ നോക്കുവാണ്, അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുകയാണ്. വെയിറ്റ്, മീൻ പിടിക്കുന്ന വെയിറ്റും ഒക്കെ എത്രത്തോളം എടുക്കാൻ പറ്റും എന്നൊക്കെ ചെക്ക് ചെയ്യാണ് ഗൈസ്. നമ്മുടെ കടയിലെ അച്ഛൻ കടയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുവാണ്. നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമാണ്. 14-15 വർഷത്തോളമായി കട തുടങ്ങിയിട്ട് തന്നെ. അന്ന് തൊട്ട് പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ കട തന്നെയാണ്. ഈ ചൂണ്ടയുടെ സാധനങ്ങളെല്ലാം ഉള്ളതാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഏറ്റവും നമുക്ക് അറിയുകയും ചെയ്യാം. പലയൊക്കെ വിഷുവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ പരിപാടിയും ഇത് എന്തിനെക്കുറിച്ച് സംശയം ഇവിടെ വരുന്നവരോട് ഞാൻ ചോദിച്ചേച്ച് ആവശ്യമുള്ളത് കൊടുക്കും. വെറുതെ പൈസ കളയില്ലെന്ന് പറയും. എന്ത് മീനെ പിടിക്കാൻ, എങ്ങനെ മീൻ പിടിക്കാൻ, അതിനുള്ള ചൂണ്ടകൾ വരെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അല്ലാത്ത പരിപാടി. എത്ര രൂപ ബഡ്ജറ്റ് മുതലുള്ള എത്ര നല്ല വിലയുള്ളവരുണ്ടോ? കുറഞ്ഞ പാനത്തിനാപ്പത് സാമ്പിൾ എടുത്ത് കാണിക്കാം. ഇതൊന്നും 4700 രൂപ റോഡിന് മാത്രമേ. പിന്നെ ഇത് ഒക്കുമാഴ ഉണ്ട്, അബുഗാസിയ ഉണ്ട്, ഷുഗർ കാച്ചിന്റെ ഇരിപ്പുണ്ട്. ഒരുപാട് റോഡുണ്ട്, ഇഷ്ടംപോലെ സാധനമുണ്ട്. ഒരുതപ്പെട്ട എല്ലാ ബ്രാൻഡും ഉണ്ട്. വീട് ഇവിടെ തന്നെ, നമ്മുടെ സ്ഥലം തന്നെ. നമ്മുടെ സ്ഥലം തന്നെയാണ്. അല്ല, 440 ഒക്കെ ഇരിക്കുന്നുണ്ട്. ടൂർണമെന്റ് ഒക്കുമാലയൊക്കെ 10 അടി വരെ ഉണ്ട്. കഴിഞ്ഞ എന്താ വേണം, ഷിമാനോടെ വേണേ ഷിമാനോ, റോഡെല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പുണ്ട്. ഇവിടെ ചൂണ്ടയിടാൻ ആവശ്യമുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. ചോദിച്ചാൽ മതി, നമ്മുടെ അച്ഛനോട് വന്ന് എന്തോ സാധനം വേണം നമ്മൾ ചോദിച്ചാൽ മതി. ഈ ഐറ്റങ്ങളെല്ലാം ഈ കടയിലുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ലൊക്കേഷൻ വരുന്നത് നമ്മൾ മാരാമണ്ണ് തോണിപ്പുഴന്ന് വടത്തോട്ട് കയറി വരുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാ ഐറ്റവും അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു തരും. അച്ഛൻ ഒരു 15 വർഷമായിട്ട് ഇവിടെ തന്നെ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. നമുക്ക് അത്യാവശ്യമുള്ള കയറാണേലും വലയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇഷ്ടംപോലെ കയറ്, എല്ലാ ഐറ്റങ്ങളും ഉള്ളൊരു കടയാണ്. പല തരത്തിലുള്ള ചൂണ്ടയുടെ നമ്മുടെ ചൂണ്ടനൂലുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ജസ്ംബ്രോ ഒക്കെ അച്ഛനോട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. നമ്മുടെ അച്ഛൻ മുന്നേ പറഞ്ഞ വീശുവലകളൊക്കെ ഇതാണ്. അച്ഛൻ തന്നെ അത് നെയ്ത് സെറ്റ് ചെയ്തതാണെന്നാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞത്. പല ആൾക്കാർ കടകളിൽ വരുന്നുണ്ട് ഗൈസ്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ എടുത്തത് ഈ പച്ചയാണ്. എൻ്റെ പേരെന്താ? അബുഗാസിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഗൈസ് ഇത്.
അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ സാധനവും നൂലും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്നെ ചെറിനെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേര് പ്രൊഡക്ടർ എന്നാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവൻ പഠിക്കാൻ പോവാണ്, ചൂണ്ടയിടുന്നത് പഠിക്കാൻ പോവാണ് ഇവൻ. നൂല് സെറ്റാക്കുവാണ് നമ്മുടെ ജെറിൻ പ്രോ. ഞാൻ പറഞ്ഞു നമ്മുടെ കവറിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ. അബൂ ഗർസിയ എന്നും പറഞ്ഞൊരു ഐറ്റമാണിത്. എൻ്റെ വില എങ്ങനെയാ അച്ഛാ? 2600 റോഡ്. നമ്മുടെ അച്ഛൻ ഇവിടെ വന്ന ഓഫറൊക്കെ തരും കേട്ടോ. ഇത് മേടിച്ചിട്ട് നമ്മൾ ഇനി നേരെ കോഴഞ്ചേരിയിലോട്ട് പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ ജെറിൻ ബ്രോ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, കറക്കിയൊക്കെ നോക്കുകയാണ്. നൂല് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നമ്മൾ വലിയ മീനുകളെ പിടിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു മീനുകളുടെ ഡെമിയോ ആ സാധനം ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു മീനുകളുടെ ഈ ജസ്മൻ കൈ പിടിച്ചേക്കുന്ന ഐറ്റമൊക്കെ പർച്ചേസ് ചെയ്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പച്ച ചൂണ്ടയൊക്കെ മേടിച്ചു. ചൂണ്ടയല്ല, ചൂണ്ടയുടെ കമ്പ്. ഇതിൻ്റെ സ്റ്റിക്ക് എന്നാണോ പറയുന്നത്? റോഡ് റീലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ജെറിൻ ബ്രോ പറഞ്ഞു കേട്ടോ. അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് അപ്പം നമ്മുടെ ഷോപ്പ്. ഒന്നുകൂടെ കാണിക്കാം. ഇത് നമ്മുടെ മാരാമണ്ണൊന്ന് വലത്തോട്ട് കുറിയന്നൂർ കിടക്കുന്ന വഴി കൊണ്ട് വരുമ്പോൾ ഒരു കുരിശുണ്ട്, കുരിശ് ഒരാലും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് കയറിയാൽ മതി. അടുത്ത വെടക്കെട്ട് മഴ വരുന്നുണ്ട്. അതിനൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലോട്ട് പോട്ടെ. ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, അവന് എന്നെ ഏൽപ്പിച്ച് എവിടെയോ മീൻ മേടിക്കാനാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, തീറ്റിക്ക് എങ്ങാണ്ടാന്നാണ് പറഞ്ഞത്. അത് മേടിച്ചിട്ട് ഇപ്പോൾ വരുമായിരിക്കും. അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. കോഴഞ്ചേരിയുടെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിടിക്കാൻ പോകുന്ന വലിയ മീനായതുകൊണ്ട് നമ്മൾ 100 രൂപയുടെ മത്തി മേടിച്ചിട്ടുണ്ട്. അതിനൊരു തീറ്റ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം നമ്മൾ ചന്തക്കകത്തൂടെയാണ് പോകുന്നത്. ഇതുവഴിയൊക്കെ ഇറങ്ങി പോകണം ഗൈസ്. നല്ല അഡ്വഞ്ചറാണ് കേട്ടോ. ഗൈസ്, ഇതുവഴി ഇറങ്ങിപ്പൊക്കെ പോകണം. ഗൈസ്, മീൻ പിടിക്ക് ഒരു ഭയങ്കര അഡ്വഞ്ചർ വഴിയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ്, ഇതാണ് നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന സ്പോട്ട്. നമ്മുടെ ജെറിൻ ബ്രോ ഒക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജസ്മൻ സെറ്റ് ചെയ്യുന്നു. കോഴഞ്ചേരി പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ അടിയിലാണ്. ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ജെറിൻ ബ്രോ നമ്മുടെ ചൂണ്ടയെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തിയൊക്കെ തരുന്നതാണ്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇങ്ങനത്തൊരു നമ്മുടെ ചുണ്ടൻവള്ളം, നമ്മുടെ പത്തനംതിട്ടയുടെ അഹങ്കാരമായ ചുണ്ടൻവള്ളങ്ങൾ ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കോഴഞ്ചേരിയിലെ ചുണ്ടനാന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് ചുണ്ടൻവള്ളം എന്നല്ല കൂടുതലും പറയുന്നത്. എന്നാ പറയുന്നത്? ചുണ്ടില്ലാത്ത വെള്ളം എന്നൊന്നല്ല പറയുന്നത്. പള്ളിയോടം എന്നാ കൈസ് ഇതിന് പറയുന്നത്. പള്ളിയോടം ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മളിവിടെ മീൻ പിടിക്കാനുള്ള മീനിൻ്റെ പീസുകളൊക്കെ സെറ്റാക്കുവാണ്. നമ്മുടെ ജസ്മൻ ബ്രോ പുതിയ ചൂണ്ടയിൽ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പഠിക്കുകയാണ്. ജെറിൻ ബ്രോ പക്ഷേ വിദഗ്ധനാണ്. അവൻ്റെ ചൂണ്ടയെടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മീനെ പിടിക്കാനായിട്ടുള്ള തുടക്കത്തിലേക്ക് പോവുകയാണ്. ഇതാ ജെറിൻ ബ്രോ ചൂണ്ടയിടാൻ പോകുന്നു. ഇട്ടു ഗൈസ്. അങ്ങനെ ആദ്യത്തെ മീന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞങ്ങൾ. ഇപ്പോൾ ജെറിൻ ബ്രോ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് നമ്മുടെ ജസ്മൻ ബ്രോയുടെ ചൂണ്ടയുടെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പം അടുത്ത നമ്മുടെ ജസ്മൻ ബ്രോയുടെ ചൂണ്ട സെറ്റ് ചെയ്യാൻ പോവാണ്. തീറ്റ മീന് 350 കിലോ വിലയുള്ള മത്തി മേടിച്ചാണ് ഗൈസ് ആറ്റുമീൻ പിടിക്കാനായിട്ട് തീറ്റ കൊടുക്കുന്നത്. ഇതാ ജസ്മൻ വല എറിയാൻ പോവുകയാണ്. ജെറിൻ ബ്രോ എറിയാൻ പോകുന്നു. അറിഞ്ഞു കൊടുക്കുന്നു ജസ്മന്. ഗൈസ്, അങ്ങനെയാണ് ചൂണ്ട എറിയേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാനും ആദ്യമായിട്ടാണ് മീൻപിടുത്തത്തിൻ്റെ കേസിന് അറ്റൻഡ് ചെയ്യുന്നത്.
ജസ്മൻ ബ്രോ, ചൂണ്ടയിടലിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ മികച്ച അഭിപ്രായം. 100 രൂപയുടെ മത്തി മേടിച്ചിട്ടുണ്ട്. 10 ഇങ്ങോട്ട് നോക്കി ക്യാമറ ഫേസ് ചെയ്ത് പറയൂ ജസ്മൻ ബ്രോ. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ആറ്റുമീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ മീൻപിടുത്തത്തിൻ്റെ 10-ാം മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഇതുവരെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. മീനുകളെല്ലാം കല്യാണത്തിന് വല്ലതും പോയതാണോ എന്നും അറിയത്തില്ല. തിരിച്ചു വരുന്ന വഴിക്ക് വേണം ഇവന്മാരെ നമുക്ക് പിടിക്കാനെന്ന് നമ്മുടെ ജെറിംബ്രോ പറയുന്നുണ്ട്. ആറ്റിൽ അതുപോലെ നല്ല വെള്ളമുണ്ട് ഗൈസ്, നല്ല വരവുണ്ട്. ജസ്മൻ ഇരിക്കേണ്ട വന്നു ഗൈസ്. ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനം ഇതിന് വേണ്ടതുള്ളതുകൊണ്ട് രണ്ടുപേരും ക്ഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ആദ്യം 20 മിനിറ്റ് പിന്നിട്ടപ്പോഴും നമുക്ക് റെസ്പോൺസുകളൊന്നും വന്നില്ല. ജസ്മൻ ബ്രോ ലൊക്കേഷൻ മാറി പിടിക്കാനായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ കുറേ നേരം പിന്നിട്ടപ്പോൾ ജസ്മൻ ബ്രോയ്ക്ക് ഒരു സഹായമായിട്ട് ഞാനിത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ചൂണ്ടയിടുന്നത്. ഞാനും ജസ്മനും വെള്ളമൊക്കെ മേടിക്കാനായിട്ട് മേലോട്ട് പോയപ്പോൾ മഴ പെയ്തു ഗൈസ്. പിന്നെ അവിടെ ഒരു കടയിൽ കയറി നിന്നു. ഇതാണ് കോഴഞ്ചേരിയിലെ പുതിയ പാലം. പണി നടന്നുകൊണ്ടിരിക്കുന്നു, പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പാലം. ഗൈസ് മീനെ ഇതുവരെ ഒന്നും കിട്ടിയില്ല, പക്ഷേ മഴ പെയ്തു. ഞങ്ങൾ പോയി കോട്ടൊക്കെ എടുത്തു, ഇടയ്ക്ക് പോയി കുടിക്കാൻ വെള്ളമൊക്കെ മേടിച്ചു. കോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളിവിടെ അടുത്ത ശ്രമത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കുടലോ നണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ജസ്മൻ ബ്രോ. എന്നിട്ട് ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് പിന്നെയും പോവുകയാണ്. മഴ പെയ്തു, കോട്ടൊക്കെ ഇട്ട് ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ്. കുടയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളപ്പം മുമ്പിലത്തെ മത്തിയൊക്കെ മാറ്റിയിട്ട് ചിക്കൻ്റെ കുടലൊക്കെ ഇട്ട് അടുത്ത ചൂണ്ട എറിയാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ജെറിംബ്രോ അത് എറിഞ്ഞു. എന്നിട്ട് പിന്നെയും കാത്തിരിക്കുകയാണ് പുതിയ തീറ്റ തേടി മീൻ വീഴുമോ എന്ന് നമുക്ക് കണ്ടറിയാം. മഴയൊക്കെ മാറി എന്നിട്ട് പിന്നെയും കോട്ടൊക്കെ ഊരിയിട്ട് ഞങ്ങൾ മീനുകളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഞാൻ ജസ്മൻ്റെ പച്ച ചൂണ്ട പിടിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ജസ്മൻ നമ്മുടെ ജെറിംബ്രോയുടെ ചൂണ്ട പിടിച്ചു. അതുമാത്രമല്ല നമുക്ക് വേറെ ചൂണ്ടനൂലും കൊച്ചു ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ജെറിംബ്രോ അതിട്ടു. കിട്ടി ഗൈസ്, നമുക്ക് മീനെ കിട്ടി. അപ്പം അവസാനത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യും എന്തുവാണെന്ന് അറിയാവുന്നവർ. അപ്പോൾ ജെറിംബ്രോയുടെ ചൂണ്ടയിലാണ് നമ്മുടെ ആദ്യത്തെ മീൻ കൊത്തിയിരിക്കുന്നത്. ഗൈസ് അങ്ങനെ പിന്നെ ഞങ്ങളുടെ മീൻപിടുത്തം തുടരുകയാണ്. പക്ഷേ ഞാൻ തിരിച്ചു പോവാണ്. അപ്പം ഗൈസ് ഞങ്ങളുടെ മീൻപിടുത്തം തുടരുകയാണ്. പക്ഷേ ഞാൻ വീട്ടിൽ പോവാണ്. വണ്ടി കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഡാഡി വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോവാം. ഇവന്മാർ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നത്തെ പരിപാടി എൻ്റെ കഴിഞ്ഞു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ ബൈ.